ബി.ജെ.പി അനായാസം വിജയിക്കുവാൻ കഴിയുമെന്ന് കരുതുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഒറ്റപ്പാലം. കാലാകാലങ്ങളായി ഇടതു എം.എൽ.എമാരാണ് വിജയിച്ചു വരുന്നതെങ്കിലും നന്നായി പരിശ്രമിച്ചാൽ ഒറ്റപ്പാലത്ത് വിജയക്കൊടി പാറിക്കാൻ കഴിയുമെന്ന് ബി.ജെ.പി കരുതുന്നുണ്ട്. 2011 10,000-ൽ താഴെ വോട്ട് ലഭിച്ചയിടത്ത് 2016-ലും 2021-ലും വോട്ട് നേരെ ഇരട്ടിയാക്കുവാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി പി വേണുഗോപാലായിരുന്നു ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ചിരുന്നത്. മികച്ച ഒരു യുവ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലത്തിൽ വിജയിക്കാമെന്നതാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കോൺഗ്രസിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ സന്ദീപ് വാര്യർക്ക് നറുക്കുവീഴേണ്ട മണ്ഡലമായിരുന്നു ഒറ്റപ്പാലം. മാത്രവുമല്ല, ഒറ്റപ്പാലത്ത് ബി.ജെ.പി വിജയിക്കേണ്ടതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒറ്റപ്പാലത്തേക്ക് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നുണ്ട്. സന്ദീപ് ഒറ്റപ്പാലത്ത് നിന്നെങ്ങാനും വിജയിച്ചാൽ ബി.ജെ.പിക്ക് അതിലും വലുതൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഒറ്റപ്പാലം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് പാർട്ടി തേടുന്നത്. നിലവിൽ ബി.ജെ.പി നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് നടൻ ഉണ്ണി മുകുന്ദനാണ്. താൻ ദേശീയ മൂല്യങ്ങളുള്ള ബി.ജെ.പി അനുകൂലിയെന്ന് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിനെതിരെ ഒരു രീതിയിലും സംസാരിക്കില്ലെന്നും ദേശീയതയാണ് തന്റെ രാഷ്ട്രീയമെന്നും ഉണ്ണി മുകുന്ദൻ അന്നേ വ്യക്തമാക്കിയിരുന്നു. സേവാഭാരതി എന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയാൻ കഴിയില്ലെന്നും ഉണ്ണി മുകുന്ദൻ അന്ന് പറഞ്ഞിരുന്നു. സാമൂഹിക സേവന രംഗത്ത് സജീവമായ സേവാഭാരതി തന്നെ സംബന്ധിച്ച് സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് സൗജന്യമായി ആംബുലൻസ് വാഗ്ദാനം ചെയ്തവരാണ്. ഒരു ആംബുലൻസ് എടുത്തിട്ട് അതിൽ സേവാഭാരതി സ്റ്റിക്കർ ഒട്ടിക്കുകയായിരുന്നില്ലെന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അജണ്ടയാണെന്നും ഉണ്ണി മുകുന്ദൻ അന്നുയർന്ന വിവാദങ്ങളിൽ പ്രതികരിച്ചിരുന്നു. മാളികപ്പുറം ചിത്രത്തിലൂടെ ഹിന്ദു വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിൽ വേരുറപ്പിച്ച ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണകരമാകുമെന്ന വിലയിരുത്തൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ ഉണ്ണി മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് അന്ന് നടൻ ഉറപ്പ് നൽകിയതായാണ് സൂചന. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിലെ ഉണ്ണി മുകുന്ദന്റെ പേരും സജീവ ചർച്ചയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കട്ടെ എന്ന് അന്തിമ തീരുമാനത്തിലേക്ക് ബി.ജെ.പി എത്തി. അങ്ങനെയാണ് പത്തനംതിട്ടയിൽ A.K. ആന്റണിയുടെ മകൻ അനിലിന് നറുക്കു വീണത്. പാലക്കാട് മണ്ഡലത്തിലും ഉണ്ണി മുകുന്ദന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഏറെക്കുറെ ദേശീയ നേതൃത്വം അന്ന് പച്ചക്കൊടി വീശിയതുമായിരുന്നു. എന്നാൽ കെ സുരേന്ദ്രൻ ഇടപെട്ട് സി കൃഷ്ണകുമാറിന് തന്നെ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു. നേരത്തെ പലപ്പോഴും ബി.ജെ.പിയെയും നരേന്ദ്രമോദിയും പിന്തുണച്ച് സംസാരിച്ചിട്ടുള്ള നടനാണ് ഉണ്ണി മുകുന്ദൻ. സിനിമയ്ക്ക് പുറമെ യുവനടന്മാരിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന താരമാണ് ഉണ്ണി മുകുന്ദൻ. സിനിമയും വിവാദങ്ങളിലുമെല്ലാമായി പലപ്പോഴും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. നടൻ ബാലയുമായുള്ള തർക്കവും ഉണ്ണി മുകുന്ദന്റെ മറുപടിയുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. ബാല അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ ആദ്യമെത്തിയവരിൽ ഉണ്ണി ഉണ്ടായിരുന്നു. അതൊക്കെ നടനപ്പുറം അദ്ദേഹത്തിലെ നല്ല മനുഷ്യനെ എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് വഴിവെച്ചിരുന്നു. സാധാരണ നിലയ്ക്ക് കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ സിനിമ സാംസ്കാരിക മേഖലയിലുള്ളവർ ബി.ജെ.പിയിലേക്ക് ചേർന്നാൽ അവർക്ക് നേരെ പരിഹാസങ്ങളും സൈബർ അതിക്രമങ്ങളും വ്യാപകമാകാറുണ്ട്. ഉണ്ണി മുകുന്ദന് നേരെയും അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം പക്വതയോടെയുള്ള മറുപടികളായിരുന്നു ഉണ്ണി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ അതിക്രമങ്ങളെ നിഷ്ക്രിയമാക്കി തന്റെ സിനിമകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും താൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം പറഞ്ഞു വെക്കാതെ പറഞ്ഞു പോവുകയാണ് ഉണ്ണി മുകുന്ദൻ. സംസ്ഥാനത്ത് 2026-ലെ തെരഞ്ഞെടുപ്പിൽ വേരുറപ്പിക്കാൻ ബി.ജെ.പി കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തുന്നത്. ജനപ്രിയരായവരെ സ്ഥാനാർത്ഥികളാക്കുക എന്ന ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത്. നടൻ സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത് സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് നൽകിയ ഊർജ്ജം ചെറുതല്ല. ഇനിയും അത്തരത്തിലുള്ള വിജയങ്ങൾ എങ്ങനെ സാധ്യമാക്കാം എന്നതിലാണ് സംസ്ഥാന നേതൃത്വം തലപുകഞ്ഞാലോചിക്കുന്നത്. സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കൾക്കൊപ്പം തന്നെ കേന്ദ്ര നേതാക്കളുമായും ഉണ്ണി മുകുന്ദന് അടുത്ത ബന്ധമുണ്ട്. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണം മോദിയെ ഏറെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് മോദിയെപ്പറ്റി സംസാരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന സൈബർ അതിക്രമങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിട്ടും ഉണ്ണി പറയുവാനുള്ളത് കൃത്യമായി അന്ന് പറഞ്ഞിരുന്നു. പാലക്കാട് സ്വദേശിയായ ഉണ്ണിയെ സ്വന്തം നാട്ടിൽ മത്സരിപ്പിച്ച് നേട്ടം കൊയ്യാനാണ് ബി.ജെ.പി ആലോചിക്കുന്നത്. ഒറ്റപ്പാലത്ത് ഒട്ടേറെ വ്യക്തിബന്ധങ്ങളും നടനുണ്ട്. രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങളോടും ഏറെ പോസിറ്റീവായ മറുപടികളാണ് ഉണ്ണി നൽകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉണ്ണി മുകുന്ദൻ നൽകിയ മറുപടി ഏറെ രസകരമായിരുന്നു. തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് പ്രതികരണം? ഇങ്ങനെയായിരുന്നു ചോദ്യം. ഈ വേളയിൽ വാ, ഇനി നമുക്ക് നടന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ ഉണ്ണി മുകുന്ദൻ മാധ്യമപ്രവർത്തകന്റെ തോളിൽ കൈയിട്ട് നടക്കുകയായിരുന്നു. ഈ വേളയിലും ചോദ്യം ഉന്നയിച്ചു. വണ്ടി അവിടെയുണ്ട്, നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് ഉണ്ണി വീണ്ടും പ്രതികരിച്ചു. നടന്റെ കൂടെയുള്ളവർ ഇത് കണ്ട് ചിരിക്കുകയും പല കമന്റുകളും പറയുന്നുണ്ടായിരുന്നു. ഈ വേളയിൽ മതി പോട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഉണ്ണി മുകുന്ദനെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി. പിന്നെയും പല ആവർത്തി തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടൻ പ്രതികരിച്ചിട്ടുണ്ട്. നടന്റെ ജനസ്വീകാര്യതയും പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ കൃത്യമായ പ്രവർത്തനവും ഒരുമിച്ച് നടന്നാൽ ഒറ്റപ്പാലം ബി.ജെ.പിക്ക് കിട്ടാക്കനിയൊന്നുമല്ല.
തുടർച്ചയായുള്ള CPM MLA-മാരുടെ പ്രവർത്തനത്തിൽ ഒറ്റപ്പാലത്തെ ജനങ്ങൾ അത്ര കണ്ട് തൃപ്തരല്ല. ഒരുപക്ഷെ അടുത്ത തവണ CPM കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വന്ന P. സരിനെയാകും ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുക. സരിൻ ആണെങ്കിൽ ഏത് വിധേനയും തോൽപ്പിക്കുവാനുള്ള പരിശ്രമം കോൺഗ്രസ് നടത്തും. അങ്ങനെ വരുമ്പോൾ ഉണ്ണി മുകുന്ദനെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയായി വന്നാൽ കോൺഗ്രസ് വോട്ടുകളും ഉണ്ണി മുകുന്ദനിലേക്ക് വന്നു ചേരും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആശയവിനിമയം BJP നേതാക്കൾ ഉണ്ണിയുമായി നടത്തിയെന്നാണ് അറിയുന്നത്. ഉണ്ണി സ്ഥാനാർത്ഥിയാകുന്നതിനൊപ്പം തന്നെ BJP-യിലേക്ക് സമീപകാലത്ത് വന്ന ഒരുപിടി സിനിമാ താരങ്ങളെ രംഗത്തിറക്കി പ്രചരണം ഉഷാറാക്കുവാനാണ് പാർട്ടി ആലോചിക്കുന്നത്.